ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, അപ്പോൾ നമ്മുടെ സി പി യുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ്. എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാനാണ് നിങ്ങളുടെ സി പി യുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ BNS പഠിച്ചു, BNSS പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് KP ആക്ട് അല്ലെങ്കിൽ കേരള പോലീസ് ആക്ടാണ്. എടാ, പേര് തന്നെ ഉണ്ട്, കേരള പോലീസ് ആക്ട്. കേരള പോലീസ് ആക്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസുകാർക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നിർമ്മിച്ചൊരു നിയമമാണ് കേരള പോലീസ് ആക്ട്. BNS-ഉം BNSS-ഉം BSA-യും ഒക്കെ ഇന്ത്യയിലെയാണ്, അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്നതാണ്. ഇത് ആർക്ക് മാത്രമാണ്? കേരളത്തിൽ മാത്രമാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ അപ്പോൾ നമുക്ക് ഈ നിയമത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കേട്ടിരുന്ന് പഠിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഓൾസോ ഇത് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മളൊരു നിയമം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ BNS ആയാലും എന്തായാലും നമ്മളതിൽ പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. കാണാതെ പഠിക്കില്ലേ, ഇപ്പോൾ സെക്ഷൻ നമ്പറൊക്കെ കാണാതെ പഠിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കാട്ടിയും പ്രാധാന്യം ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു വകുപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വകുപ്പിൽ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊരുൾ, അത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതെപ്പോഴും ഓർമ്മയിൽ വെച്ചോണം. അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് ശേഷമാണ് ബൈ ഹാർട്ടിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ 2011 കേരള പോലീസ് ആക്ട്, 2011 കേരള പോലീസ് ആക്ട് എന്താ സംഭവം? 2011 8ാം നിയമം, 8th ആക്ട് ഓഫ് 2011. 2011 കേരള നിയമസഭ പാസാക്കിയ 8ാം നിയമമാണേത്? നമ്മുടെ കേരള പോലീസ് ആക്ട്. കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച നിയമം ക്രോഡീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടതും അതിന് ആനുഷംഗികവുമായ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള നിയമം. വേറൊന്നും അല്ലടാ, പോലീസുകാരുടെ മൊത്തത്തിലുള്ള കേരളത്തിലെ പോലീസുകാരുടെ, കേരള പോലീസിൻ്റെ, പോലീസ് എപ്പോഴും ഏത് ലിസ്റ്റിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നില്ല, അത് സംസ്ഥാനങ്ങളാണ്. പോലീസിൻ്റെ കാര്യം നോക്കുക. അപ്പോൾ പോലീസിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമമാണ് കേരള പോലീസ് ആക്ട്. നമ്മളിതിൽ ആദ്യം പഠിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 1. ഏതൊരു നിയമത്തിൻ്റെയും സെക്ഷൻ 1 എന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. ഏതൊരു നിയമത്തിൻ്റെയും സെക്ഷൻ 1 എപ്പോഴും എന്തായിരിക്കും മക്കളെ? ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. അപ്പോൾ ഏതൊരു നിയമത്തിൻ്റെയും സെക്ഷൻ 1 എന്തായിരിക്കും? ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. കേരള പോലീസ് ആക്ടിൻ്റെ ചുരുക്കപ്പേര്, പേര് തന്നെ ഉണ്ടെന്താ? കേരള പോലീസ് ആക്ട് 2011. കേരള പോലീസ് ആക്ട് 2011. ചുരുക്കപ്പേരെന്താ? കേരള പോലീസ് ആക്ട് 2011. വ്യാപ്തി കേരള ഗവൺമെൻറ് ആണ്. അപ്പോൾ കേരള സംസ്ഥാനം മുഴുവനും അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഈ നിയമം ഏതുവരെ എന്താ പറയുക, ഏതൊക്കെ പ്രദേശത്താണ് ഈ നിയമം ആപ്ലിക്കബിൾ. വ്യാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പ്രദേശത്താണ് ഈ നിയമം ആപ്ലിക്കബിൾ. അപ്പോൾ കേരളം മുഴുവനും, കേരള പോലീസ് ആക്ട് കേരളം മുഴുവനും ആപ്ലിക്കബിൾ ആണ്. കേരള പോലീസ് ആക്ടിൻ്റെ കമൻസ്മെൻറ്റ്, ഗസറ്റ് വിജ്ഞാപനം 2011 ജനുവരി 31. അപ്പോൾ 2011 ജനുവരി 31 കേരള പോലീസ് ആക്ടിൻ്റെ ഗസറ്റ് വിജ്ഞാപനം. കേരള പോലീസ് ആക്ടിൻ്റെ ഗസറ്റ് വിജ്ഞാപനം വരുന്നത് 2011 ജനുവരി 31. അന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പോൾ സെക്ഷൻ 1 ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. ചുരുക്കപ്പേര് കേരള പോലീസ് ആക്ട് 2011. വ്യാപ്തി കേരളം മുഴുവനും. 2011 ജനുവരി 31 കേരള പോലീസ് ആക്ടിൻ്റെ ഗസറ്റ് വിജ്ഞാപനം. ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൻ 3. കേരള പോലീസ് ആക്ടിൻ്റെ അധ്യായം 2 സെക്ഷൻ 3ഉം 4ഉം ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. കാരണം അധ്യായം 2 പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ കർത്തവ്യങ്ങളെയും ചുമതലകളെയും കുറിച്ചാണ്. അപ്പോൾ കേരള പോലീസ് ആക്ടിൻ്റെ ചാപ്റ്റർ 2 അല്ലെങ്കിൽ അധ്യായം 2 പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ കർത്തവ്യങ്ങളും ചുമതലകളും. പോലീസിൻ്റെ കർത്തവ്യങ്ങളും ചുമതലകളും. സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. പോലീസിൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കും അതിൻ്റെ കീഴിൽ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായിട്ട് ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ, ഇത്രയും എവിടെ നിൽക്കട്ടെ, ഇതൊക്കെ കഥയാണ് അല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രൂപപ്പെട്ട മറ്റൊരു നിയമം കേരള പോലീസ് ആക്ട്. ജനങ്ങൾക്കിടയിൽ ഒരു സേവന, അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമാണ് കേരള പോലീസ്. ഇവരുടെ കർത്തവ്യം, ഓക്കെ, കർത്തവ്യം അഥവാ ഫങ്ഷൻസ്, പോലീസിൻ്റെ ഫങ്ഷൻ, കർത്തവ്യം, ക്രമസമാധാനം, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത, രാഷ്ട്ര സുരക്ഷ,
മനുഷ്യാവകാശ സംരക്ഷണം. ഞാൻ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് പോലീസിന്റെ കർത്തവ്യങ്ങൾ? ക്രമസമാധാന പാലനം, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക, രാജ്യസുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം. അപ്പോൾ പോലീസിന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 3 പോലീസിന്റെ കർത്തവ്യങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. പോലീസിന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ക്രമസമാധാന പാലനം, രാഷ്ട്രസുരക്ഷ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക, മനുഷ്യാവകാശ സംരക്ഷണം. ഇതൊക്കെയാണ് കർത്തവ്യം. അതുപോലെ തന്നെ നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർ അനുഭവിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി പോലീസ് നിയമാനുസൃതമായി യത്നിക്കേണ്ടതാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാ മനുഷ്യർക്കും ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് നിയമപരമായിട്ട് എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് പോലീസിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് കർത്തവ്യവും ചുമതലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്ന കാര്യങ്ങളാണ് പോലീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നത് കർത്തവ്യം. ഇതാണ് നിൻ്റെ കർത്തവ്യം. എന്നാൽ നീ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് നിന്റെ ചുമതല. നീ നിർബന്ധമായും ചെയ്യേണ്ടത് നിന്റെ ചുമതല. ഓക്കെ. അപ്പോൾ സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതലകൾ. സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതലകൾ. സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതലകൾ. പോലീസിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പോലീസിൻ്റെ ചുമതലകളെന്ന് നോക്കിയാലോ, ഇത് നമുക്ക് ജസ്റ്റ് കേട്ടിരുന്ന് പോകാനേ ഉള്ളൂ. ഈ ആക്ട് പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് നിർവഹിക്കേണ്ടതാ? ഹി ഹാവ് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ അയാൾ അത് ഉറപ്പായും ചെയ്തിരിക്കണം. പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. എന്താ പറയുക? പക്ഷഭേദം കൂടാതെ, പാർഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല. 2 വ്യക്തികൾ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഒന്ന് കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ ശത്രുവായിരിക്കാം. കൂട്ടുകാരനോട് മമതയും ശത്രുവിനോട് വൈരാഗ്യവും രണ്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണിക്കാൻ പാടില്ല. എന്താണ് അവിടെ? അവൻ്റെ മുന്നിൽ നിയമം മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. ഫേവറിറ്റിസവും കാണിക്കാൻ പാടില്ല, എതിർപ്പും കാണിക്കാൻ പാടില്ല. ബി, എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ്സ്. എന്തൊക്കെയാണ്? ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക. എന്താ ജോലി പറഞ്ഞേ? എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക. സി, രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുക. തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയ ആക്രമണം, ആഭ്യന്തര കലാപം. എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയ ആക്രമണം, ആഭ്യന്തര കലാപം മുതലായവയ്ക്കെതിരെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിച്ച് നാടിൻ്റെ നിയമം സംരക്ഷിക്കുക, എല്ലാവരുടെയും മനുഷ്യാവകാശം സംരക്ഷിക്കുക. എയും ബിയും സിയും പറഞ്ഞു. അടുത്ത് നമുക്ക് നോക്കാം. എന്താ? ഡി ആണ്. ഡി 4 ഡി, പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും പൊതുസമാധാനം നിലനിർത്തുകയും ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറയുന്നത്? പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കാത്തു സൂക്ഷിക്കുക. പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങളെ എന്ത് ചെയ്യുക? കാത്തു സൂക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ പൊതുസമാധാനം നിലനിർത്തുക. അപ്പോൾ കാത്തു സൂക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പൊതുസമാധാനം നിലനിർത്തുക. അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക. എന്താണ് പറഞ്ഞേ? അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക. എഫ്, റോഡുകൾ, റെയിൽവേ പാലങ്ങൾ, മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കുക. എഫ് എന്താ പറഞ്ഞേ? പൊതുസ്വത്തിൻ്റെ സംരക്ഷണമാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പബ്ലിക് റോഡിൽ നമ്മളൊരു മദ്യപിക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റെയിൽവേ പാളത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യൂടാ? ഈ ആൾക്കാർ അങ്ങനെ ചെയ്താൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകത്തില്ല. ഇപ്പോൾ റോഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡിലൊക്കെ പാർട്ടിയുടെയൊക്കെ പേരെഴുതി വയ്ക്കുന്ന ആൾക്കാരുണ്ട്, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. കേസാണ് കേട്ടോ. ജി, നിയമപരമായ അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക. ജി എന്താ പറഞ്ഞത്? നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുക, അതുപോലെ തന്നെ കുറ്റം കുറച്ചു കൊണ്ടുവരിക. കുറ്റകൃത്യങ്ങൾ തടയുകയും കുറ്റം കുറച്ചു കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസൃതം അന്വേഷണം നടത്തി കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ജിയും എച്ച് മനസ്സിലാക്കുക. ജി എന്ന് പറഞ്ഞാൽ എന്താ? അധികാരങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എച്ചിന് എന്താ പറയുക? കുറ്റകൃത്യം ചെയ്തവനാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവന് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അതും പോലീസുകാരൻ്റെ ചുമതല. ഹി ഹാവ് ടു ഡു ഇറ്റ്, ചുമതലയാണ്. ഇനി അടുത്ത് ഐ,
എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. എന്താ പറഞ്ഞേ? എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും അതുപോലെ ക്രമീകരിക്കുകയും ചെയ്യുക. ജെ, കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുവാനും പരിഹരിക്കുവാനും ശ്രമിക്കുക. അതെന്താ സംഭവം എന്നറിയാവോ? ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ്. പോലീസുകാർ അവിടെ ഒന്ന് പിടിപെടാതെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അടിച്ചോടിക്കും. അല്ലാതെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് എപ്പോഴും ലോക്കപ്പിൽ ഇടുമെന്നുള്ള കാര്യമല്ലേ ചെയ്യുക. അപ്പോൾ അതാണ് അല്ല ആദ്യം എന്ന് വെച്ചാൽ ഇവർ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് പിരിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു വിടും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഗാനമേളയൊക്കെ നടക്കുന്ന സമയത്ത് പോലീസുകാരിടയിൽ വന്നിട്ട് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ അടിയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ തല്ലുണ്ടാവാതിരിക്കേണ്ടി ഇവരെന്ത് ചെയ്യും? പോലീസുകാർ വന്നിട്ട് അടിച്ചോടിക്കില്ലേ? അതൊക്കെ തന്നെ. പിന്നെ ജംഗ്ഷനിലൊക്കെ നമ്മൾ കൂട്ടം കൂടി നിൽക്കുവാന്നില്ലേ, രാത്രിയൊക്കെ ജീപ്പൊക്കെ ചവിട്ടിയിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കും. ഓക്കെ, എന്നിട്ട് വീട്ടിലേക്ക് പോകാനൊക്കെ പറയും. ഓക്കെ, പ്രകൃതിദത്തമോ അല്ലാത്തതോ ആയ ദുരന്തമോ അത്യാഹിതമോ അപകടമോ ഉണ്ടാകുമ്പോൾ, എന്താ പറഞ്ഞേ? പ്രകൃതിദത്തമോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ള മാൻമെയ്ഡോ നാച്ചുറലോ ദുരന്തമോ അപകടമോ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടുകയും ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉചിതമായ സഹായം നൽകുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അടിയന്തരമായിട്ട് ഇടപെട്ട് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് സഹായം നൽകുക. അതുമാരുടെ ജോലിയാണ്, നമ്മുടെ പോലീസിൻ്റെ ജോലിയാണ്. അടുത്ത്, പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും സഹായകമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും വ്യാപനം നടത്തുകയും ചെയ്യും. അപ്പോൾ എന്താ പറയുക? പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്ര സുരക്ഷയ്ക്കും സഹായകമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക? ശേഖരിക്കുക. ഡാറ്റ കളക്ഷൻ, അന്വേഷിക്കുക, വിവരങ്ങൾ ചോദിക്കുക. പോലീസുകാർ നമ്മോട് ചോദിക്കില്ല ഇവിടെ പോകണം എന്തിനു പോകുന്നൊക്കെ. ഇതെല്ലാം ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനു പോകണം ചോദിക്കുന്നത് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ പോലീസിന് ചോദ്യങ്ങൾ ചോദിക്കാം, വിവരങ്ങൾ കളക്ട് ചെയ്യാം. അതൊക്കെ പോലീസിൻ്റെ ചുമതലയാണ്, ചെയ്യണം എല്ലാം അല്ലേ. അടുത്ത് എം, കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. പോലീസിൻ്റെ അടുത്ത ചുമതലയാണ് കസ്റ്റഡിയിലുള്ള ആളുകൾക്ക് നിയമാനുസൃതമായിട്ടുള്ള സംരക്ഷണവും സുരക്ഷയും എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഇനി ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക. അതായത് ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങൾ, അതായത് ഇയാളുടെ മേലുദ്യോഗസ്ഥർ പറയുന്ന, അല്ല വേറെ ഏതെങ്കിലും പോലീസുകാർ പറയുന്നല്ല, ഇയാളുടെ മേലുദ്യോഗസ്ഥർ പറയുന്ന നിയമാനുസൃതമായ കാര്യങ്ങൾ നിയമാനുസൃതമായി നടപ്പിലാക്കുക. അതായത് നിയമപരമായിട്ട് ഇപ്പം എന്താ പറയുക, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് മേലുദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യുക എന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ദ പോലീസാണ് നമ്മൾ നോക്കുക. സെക്ഷൻ 4. പോലീസ് സേനയുടെ ആഭ്യന്തര അച്ചടക്കം പാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. എന്താ പറഞ്ഞേ? പോലീസ് സേനയുടെ ആന്തരിക അച്ചടക്കം ഇന്റേണൽ ഡിസിപ്ലിൻ എന്ന് പറയും. അത് പാലിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥർ പരസ്പരം സാറിനെ വിളിക്കാറുള്ളൂ. ദെൻ ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക? പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പ് വരുത്തുക. ഇതൊക്കെ ആരുടെ ജോലിയാണോ? പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ്. ജനങ്ങൾക്കിടയിൽ പൊതുവായിട്ടുള്ള എന്തുറപ്പ് വരുത്തുക? ഒരു സുരക്ഷിതത്വ ബോധം ഉറപ്പ് വരുത്തുക എന്നുള്ളതും പോലീസിൻ്റെ ജോലിയാണ്. ആലോചിച്ചോളാം. പി. ദെൻ ക്യൂ, പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന ആളുകളുടെ, പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന ആളുകളുടെ, പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് ആരുടെയോ? സ്ത്രീകളുടെ, കുട്ടികളുടെ, മുതിർന്ന പൗരന്മാരുടെ, അതുപോലെ കഴിവുകളിൽ വ്യത്യസ്തരായവരുടെ. ആരൊക്കെ പറഞ്ഞു? സ്ത്രീകളുടെ, കുട്ടികളുടെ, മുതിർന്ന പൗരന്മാരുടെ, അതുപോലെ തന്നെ കഴിവുകളിൽ വ്യത്യസ്തരായവരുടെ ചുമതല ഏറ്റെടുത്ത് അവരെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ചുമതല ഏറ്റെടുത്തിട്ട് അവരെ സംരക്ഷിക്കുക. ദെൻ അതായത് ഇപ്പം എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട് കാണപ്പെടുന്ന ഒരാൾ, അവർക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കണം. പിന്നെ തത്സമയം പ്രാബല്യത്തിലുള്ള അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ പാലിക്കുക. തത്സമയം നമുക്ക് എന്താ പറയുക, നിയമങ്ങൾ പാലിക്കുക. നിയമമുള്ള എന്തെങ്കിലും ഒരു ജോലി നിയമപ്രകാരം അത് ചെയ്യുക. ദെൻ എസ്, സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റ് ചുമതലകൾ നിർവഹിക്കുക. സർക്കാർ കാലാനുസൃതമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിയമപരമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റ് ചുമതലകളുണ്ടല്ലോ, ഇതൊക്കെ നിർവഹിക്കുക. ഇതെല്ലാം ആരുടെ ജോലിയാണോ? പോലീസിൻ്റെ ജോലിയാണ്. അപ്പോൾ പോലീസിൻ്റെ ജോലി എന്നുള്ള നിലയിൽ ഇന്ന കാര്യങ്ങൾ വരുമെന്നത് ഒന്ന് മനസ്സിലാക്കിക്കോളുക. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിത് നമ്മുടെ എന്താ പറയുക നോർമലായിട്ടുള്ളൊരു ചിന്ത വെച്ച് തന്നെ ഇതൊക്കെ നമുക്ക് ഉത്തരം കിട്ടും. സെക്ഷൻ 4 ചുമതലയിൽ പറയുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ചോളുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അധ്യായം 3. ഇനി അധ്യായം 3 നമ്മൾ നോക്കുന്നത് പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് കേട്ടോ. അധ്യായം 3 നമ്മൾ നോക്കുന്നത് എന്താണ്? പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? സെക്ഷൻ 7, അധ്യായം 3 പോലീസ് സ്റ്റേഷനെ പറ്റി പറയുക. അധ്യായം 3 സെക്ഷൻ 7,
കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള പൊതുജനങ്ങൾക്കുള്ള അവകാശം അല്ലെങ്കിൽ ആളുകൾക്കുള്ള അവകാശം. ഇപ്പോൾ സെക്ഷൻ 7 എന്താ പറഞ്ഞേ? കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള പൊതുജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആളുകൾക്കുള്ള അവകാശം. എടാ, ഏതൊരാൾക്കും കേരള സംസ്ഥാനത്തിനുള്ളിൽ കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അധികാരമുണ്ടായിരിക്കും. എല്ലാ ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. എനിക്ക് എറണാകുളത്ത് വെച്ച് ഒരു മോഷണത്തിന് ഞാൻ ഇരയായി. അപ്പം ഞാൻ നേരെ പോയിട്ട് കേസ് കൊടുക്കുന്ന തിരുവനന്തപുരത്തല്ല, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ഏറ്റവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും ഞാൻ പോയിട്ട് കേസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കേസ് കൊടുക്കുന്ന സമയത്ത് ആ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ എന്നോട് പറയില്ല, നീ ഒരു കാര്യം ചെയ്യ്, തിരുവനന്തപുരത്ത് കേസ് കൊടുക്കുമെന്ന് പറയില്ല. കാര്യം എന്താ? അതാ പറഞ്ഞത്, കേരളത്തിനകത്ത് എവിടെയും നമുക്ക് കാര്യക്ഷമമായ പോലീസ് സേവനം നമുക്ക് ലഭിക്കുന്നതിനുള്ള അവകാശം കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 7 പ്രകാരം ലഭിക്കും. അപ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ അത് നിയമപരമായിട്ട് ഒരാവശ്യമാണെങ്കിൽ, നിയമസേവനമാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സേവനമാണെങ്കിൽ അത് നടപ്പിലാക്കി തരാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ബാധ്യസ്ഥരാണ്. അതാണ് സെക്ഷൻ 7. കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് എല്ലാ പൊതുജനങ്ങൾക്കും അവകാശം ഉണ്ടായിരിക്കും. ഇനി അടുത്ത് സെക്ഷൻ 8. സെക്ഷൻ 8 ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ചോളൂ. സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. സെക്ഷൻ 8 എന്താ പരാമർശിക്കുന്നത്? ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് സെക്ഷൻ 8 പരാമർശിക്കുന്നത്. ഇപ്പം സെക്ഷൻ 8 എന്താ മക്കളെ പരാമർശിക്കുന്നത്? പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യമാണ്. പോലീസ് സ്റ്റേഷനുള്ളിൽ സേവനം മീൻസ് നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ. സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം. സെക്ഷൻ 7 8 തമ്മിൽ മാറിപ്പോകരുത്. 7 പറയുന്നത് പോലീസ് സേവനത്തിനുള്ള അവകാശം. 8 എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്, ഒരു പബ്ലിക്കായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്തൊക്കെ അവിടെ ലഭിക്കും അല്ലെങ്കിൽ എന്തൊക്കെ സേവനം. പോലീസ് സ്റ്റേഷന് പ്രവർത്തന സമയമുണ്ടോ? ഉണ്ട്. പോലീസ് സ്റ്റേഷൻ 24 മണിക്കൂറും പ്രവർത്തിക്കും. പോലീസ് സ്റ്റേഷൻ എത്ര മണിക്കൂർ പ്രവർത്തിക്കും? 24 മണിക്കൂറും ഏത് സമയത്തും. സെക്ഷൻ 8 1 പ്രകാരം എല്ലാ ആളുകൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിനും ഏതു സമയത്തും, ഇമ്പോർട്ടൻ്റ് ആണ്, ഏതു സമയത്തും ഏതു പോലീസ് സ്റ്റേഷനിലും സമാധാനപൂർവ്വം പ്രവേശിക്കുന്നതിനും സ്വീകരിക്കപ്പെടുന്നതിനും അവകാശമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏതൊരു പോലീസ് സ്റ്റേഷനിലും ഏത് സമയത്ത് വേണോ നമ്മുടെ ഒരു ആവശ്യവുമായിട്ട് പോവാം. എങ്ങനെ പോവാം? സമാധാനപരമായി പോവാം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ പോലീസ് സ്റ്റേഷൻ പിക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കരാഹോ ചെയ്യാനൊന്നും അല്ല പോകുന്നത്. സമാധാനപരമായിട്ട് ഏത് സമയത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്യാം? പ്രവേശിക്കാനും അതുപോലെ സ്വീകരിക്കപ്പെടാനും അവകാശമുണ്ട്. 8 അപ്പോൾ 8 എപ്പോൾ വേണോ പോലീസ് സ്റ്റേഷനിൽ പോവാം. 8 2 പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാനും വിവരങ്ങൾ അറിയിക്കാനുമുള്ള അവകാശവും മതിയായ കാരണങ്ങളില്ലാതെ അവകാശം നിഷേധിക്കാനും പാടില്ല. അതായത് 1 പറഞ്ഞത് എപ്പോൾ വേണോ കയറി ചെല്ലാം. 2 പറഞ്ഞത് എന്താ? പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാം. അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ SI. അപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ കയറി ചെന്നാൽ നമുക്ക് ആരെ കാണാടാ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ SIയെ കാണാനുള്ള അവകാശം. അപ്പോൾ സെക്ഷൻ 8 2 പറഞ്ഞത് എപ്പോൾ വേണോ നമുക്ക് എന്ത് ചെയ്യാടാ? അവിടെ പോയിട്ട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാം, SI അല്ലെങ്കിൽ SHOനെ കാണാം. അപ്പോൾ 8 1 പറഞ്ഞത് എപ്പോൾ വേണോ കയറി ചെല്ലാം. 8 2 നമുക്ക് എന്താണ്? നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ആരെ കാണാടെ? SI അല്ലെങ്കിൽ SHO അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഓർത്തിരിക്കുക. ദെൻ 8 3 സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടുകൂടെ പരാതി നൽകാം. 8 3 എന്താ പറഞ്ഞേ? സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എങ്ങനെ പരാതി കൊടുക്കാം? സ്വകാര്യതയോടുകൂടെ പരാതി നൽകാം. അപ്പോൾ 8 3 എന്താ പറഞ്ഞേ? സ്ത്രീകളാണ് പരാതിക്കാരെന്ന് വിചാരിക്കുക. സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എങ്ങനെ പരാതി കൊടുക്കാടാ? സ്വകാര്യതയോടുകൂടെ. സ്വകാര്യത പ്രൈവറ്റ് ആയിട്ട് പരാതി കൊടുക്കാം. അപ്പോൾ സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എങ്ങനെ പരാതി കൊടുക്കാം? സ്വകാര്യതയോടുകൂടെ പരാതി നൽകാം. സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എങ്ങനെ പരാതി കൊടുക്കാം മക്കളെ? സ്വകാര്യതയോടുകൂടെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വനിതാ പോലീസിൻ്റെ സാന്നിധ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇത് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സ്റ്റേഷനിൽ SI ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു ലേഡി കംപ്ലൈൻറ്റ് പറയാനായിട്ട് വരുന്നുണ്ട്, ഒരു സ്ത്രീ വരുന്നുണ്ട്. അപ്പോൾ 8 3 പ്രകാരം അവർക്ക് വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടുകൂടെ പരാതി നൽകാം. അതിൻ്റെ അർത്ഥം അവർ വനിതാ പോലീസിനോട് മാത്രമേ പരാതി പറയൂ എന്നല്ല.
അവിടെ ശ്രദ്ധിച്ച് തന്നെ അത് മനസ്സിലാക്കണം. ഇടയ്ക്കൊരു WCP പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ. അതായത് മാൻഡേറ്റ് അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വരെയാണ്, അവർക്ക് എൻ്റെ അടുത്ത് പരാതി പറയാൻ അവർക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എസ് ആയിട്ടിരിക്കുന്നു, അവർ വരുന്നു, അവർക്ക് എന്നോട് പരാതി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ ഷീ ക്യാൻ സേ ഓർ ഷീ ക്യാൻ ഗീവ് കംപ്ലയിൻറ്റ്. അവർക്ക് അവരുടെ കംപ്ലയിൻറ്റ് പറയാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവരാവശ്യപ്പെടുകയാണ്, എനിക്കൊരു ലേഡി കോൺസ്റ്റബിളിനോട് പറയാൻ പറ്റും, പ്രൈവസി റീസൺസ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളാണ്, ഇപ്പോൾ 8-3 പ്രകാരം സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വകാര്യതയോടുകൂടെ പരാതി നൽകാം. 8-4 എടാ നമ്മളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പരാതി കൊടുത്താൽ നമുക്ക് പരാതിയുടെ റെസീപ്റ്റ് ലഭിക്കും. നമ്മൾ കൊടുത്ത പരാതിക്ക് കൈപ്പറ്റി രസീത് ലഭിക്കുന്നതിനും അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ നടപടിയുടെയോ അവസ്ഥ അല്ലെങ്കിൽ പുരോഗതി നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയാം. സ്റ്റാറ്റസ് അന്വേഷണത്തിന് അല്ലെങ്കിൽ നടപടിയുടെ സ്റ്റാറ്റസ് അറിയുന്നതിന് നമുക്ക് സാധിക്കും. അതായത് റെസീപ്റ്റ്, സ്റ്റാറ്റസ്, അതങ്ങനെ തന്നെ പഠിക്കുക. 8-4 റെസീപ്റ്റ്, സ്റ്റാറ്റസ്. അതായത് നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താൽ നമുക്ക് ഈ കൊടുത്ത പരാതിയുടെ രസീത് നമുക്ക് ലഭിക്കണം. അപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മളൊരു പരാതി നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുത്ത പരാതിയുടെ എന്ത് ലഭിക്കണോടെ, രസീത് ലഭിക്കണം. അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ സ്റ്റാറ്റസ് അറിയാനും അവകാശമുണ്ട്. കൊടുത്ത പരാതിയുടെ രസീത് ലഭിക്കുന്നതിനും അതുപോലെ അന്വേഷണത്തിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിനും. അപ്പോൾ സ്റ്റാറ്റസ്, റെസീപ്റ്റ്. 8-4 സ്റ്റാറ്റസ്, റെസീപ്റ്റ്. 8-4 എന്തൊക്കെയാണ്? സ്റ്റാറ്റസ്, റെസീപ്റ്റ്, സ്റ്റാറ്റസ്, റെസീപ്റ്റ്. 8-5 എടാ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന കംപ്ലയിൻറ്റ് രജിസ്റ്ററിൽ, കംപ്ലയിൻറ്റ് രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തണം. നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന എന്ത് രജിസ്റ്ററിലാ? കംപ്ലയിൻറ്റ് രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തുന്നതിനുള്ള അവകാശം. അപ്പോൾ നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന കംപ്ലയിൻറ്റ് രജിസ്റ്ററിൽ അത് എഴുതി വെക്കണേ. പൊതുജനങ്ങൾ ഏതൊരാളും അയാൾ പോലീസ് സ്റ്റേഷനിൽ വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം സ്റ്റേഷനിൽ കാലാനുക്രമത്തിൽ സൂക്ഷിച്ചു വരുന്ന അല്ലെങ്കിൽ സമകാലികവുമായി സൂക്ഷിച്ചു വരുന്ന സ്ഥിരം രജിസ്റ്ററിൽ തത്സമയം രേഖപ്പെടുത്തണം. ഞാനൊരു പരാതി കൊടുത്താൽ അത് ആ രജിസ്റ്ററിൽ തത്സമയം എന്ത് ചെയ്യണം? രേഖപ്പെടുത്തേണ്ടതാണ്. രേഖപ്പെടുത്തേണ്ടതാണ്. ഓർമ്മിച്ചോളുക. അപ്പോൾ 5 ഇനി അടുത്ത 8-6 ഏതൊരു പൗരനും ഏതെങ്കിലും ഒരു പ്രത്യേകയാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഏതൊരു പൗരനും ഒരു പ്രത്യേകയാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഏതൊരു വ്യക്തിക്കും ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറഞ്ഞുതരാമേ. 8 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും, സബ്സെക്ഷൻസ് ചോദിക്കും. 8-1 ഏത് സമയത്തും സമാധാനപരമായിട്ട് പ്രവേശിക്കാൻ സ്വീകരിക്കപ്പെടാം. 8-2 നിബന്ധനകൾക്ക് വിധേയമായിട്ട് സ്റ്റേഷനിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാം. 8-3 സ്ത്രീയാണ് പരാതിക്കാരെങ്കിൽ സ്വകാര്യതയെ മുൻനിർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മുമ്പാകെ പരാതി പറയാനുള്ളൊരു റൈറ്റ് കൂടെയുണ്ട്. 8-4 നമ്മൾ കൊടുത്ത പരാതിയുടെ രസീതിന് ലഭിക്കണം, അന്വേഷണ പുരോഗതി അറിയാനുള്ള അവകാശം. 8-5 സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന രജിസ്റ്ററിൽ അത് എഴുതി വെക്കണം. 8-6 ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി, അതിപ്പോൾ ആരെങ്കിലും പോലീസ് പിടിച്ചുകൊണ്ടോ അവർ കസ്റ്റഡിയിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള അവകാശം. ഇതാണ് നമ്മളെ സെക്ഷൻ 8 പ്രകാരം പറയുന്ന പോലീസ് സ്റ്റേഷനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ. ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് കിടക്കുവാണ്. കേരള പോലീസ് ആക്ട് അധ്യായം 4 പോലീസ് സേനയുടെ പൊതുവായ ഘടന. അപ്പോൾ കേരള പോലീസ് ആക്ടിൻ്റെ അധ്യായം 4 നമ്മൾ എന്താ നോക്കുന്നത്? പോലീസ് സേനയുടെ പൊതുവായ ഘടന. പോലീസ് സേനയുടെ പൊതുവായ ഘടനയാണ് നമ്മൾ 8-4 നോക്കുന്നത് കേട്ടോ. പോലീസ് സേനയുടെ പൊതുവായ ഘടന. അതിൽ സെക്ഷൻ 14 കേരള പോലീസ്. സെക്ഷൻ 14 എന്താ പറയുന്നത്? കേരള പോലീസ്. സെക്ഷൻ 14 കേരള പോലീസ്. എന്താണ് കേരള പോലീസ് എന്ന് പറയുന്നത്? സെക്ഷൻ 14 ഒന്നാണ്. അപ്പോൾ സെക്ഷൻ 14 കേരള പോലീസ് ആലോചിക്കുക. കേരളത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് സെക്ഷൻ 14 ആണ്. അപ്പോൾ കേരള പോലീസ് സെക്ഷൻ 14 കേരള പോലീസ്, കേരളത്തിനൊരു ഏകീകൃതമായ ഒരു പോലീസ് സേന ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഏതാണ്? കേരള പോലീസ് സെക്ഷൻ 14. ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനക്ഷമതാപരമായോ ഏതെങ്കിലും സൗകര്യത്തിൻ്റെയോ പ്രത്യേക ഉദ്ദേശത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നമുക്ക് സബ് യൂണിറ്റായോ ബ്രാഞ്ചായോ വിങ്ങായോ സർക്കാരിന് വിഭജിക്കാം. ഇത് വേറൊരു വകുപ്പിൽ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. സെക്ഷൻ 21 അതിനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അതായത് കേരളത്തിനൊരു പോലീസ് സേനയുണ്ട് എന്ന് പറയുന്നതാണ് സെക്ഷൻ 14. കേരള പോലീസിൻ്റെ ഘടന വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 14. കേരള പോലീസിൻ്റെ ഘടന വിശദമാക്കുന്ന വകുപ്പ് ചോദിച്ചാലും സെക്ഷൻ 14 ആണ്. സെക്ഷൻ 14 2 പ്രകാരം കേരള പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന പദവി, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി ഡയറക്ടർ
ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി ഏത് മക്കളെ? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. നമ്മളെ നിലവിലെ ഷേഖ് ആരാണ്? നമ്മുടെ നിലവിലെ DGP ആരാണ്? ദർബീർ സാഹിബാണോ? ഓക്കെ, മാറിയല്ലോ. ഓക്കെ, റീസെൻ്റ് DGP നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് മേധാവി എന്ന് പറഞ്ഞ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഘടന വിശദമാക്കുന്ന, കേരള പോലീസിൻ്റെ ഘടന വിശദമാക്കുന്ന വകുപ്പ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, റവാഡ ചന്ദ്രശേഖർ IPS ആണ് കേട്ടോ. ഓക്കെ, ദർബീർ സാഹിബ് മാറി, റവാഡ ചന്ദ്രശേഖർ IPS ആണ്. നിലവിലെ DGP എന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖർ. നിലവിലെ DGP റവാഡ ചന്ദ്രശേഖറാണ്. നിലവിലെ DGP എന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖറാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് പദവി എന്ന് പറയുന്നത് സെക്ഷൻ 14 പ്രകാരം DGP ആൻഡ് SPC ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ് കേട്ടോ. ഓക്കെ, 2025 ജൂലൈ 1 അപ്പോയിൻമെൻറ്റ്. ജൂലൈ 1, 2025 ആളുടെ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ പദവി ആരോഹണ ക്രമത്തിൽ, അതായത് പവർ താഴോട്ട് വരുന്നവർ കൂടിക്കൊണ്ടു പോകുന്ന രീതി പറയുന്നുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ. ഈ പോലീസ് കോൺസ്റ്റബിളിന് പകരം, പോലീസിൻ്റെ ഘടന പറയുന്നത് 14(2)ലാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിന് പകരം ഇപ്പോൾ വന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ. അടുത്ത ഹെഡ് കോൺസ്റ്റബിളിന് പകരം വന്നതാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. പിന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ASI. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അടുത്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പിന്നെ CI അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പോൾ ഏതാ വന്നേ? അപ്പോൾ നമ്മൾ ഓർഡർ പറയുവാണേ, പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, അതിന് പകരം CPO സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. പോലീസ് കോൺസ്റ്റബിളിൻ്റെ പകരമാണ് നമ്മളിപ്പോൾ എഴുതുന്നത് സിവിൽ പോലീസ് ഓഫീസർ. അത് കഴിഞ്ഞിട്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, അതിന് പകരമാണ് ഹെഡ് കോൺസ്റ്റബിൾ. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ദെൻ വരുന്നത് സബ് ഇൻസ്പെക്ടർ, അത് കഴിഞ്ഞ് വരുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത പദവിയാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ DYSP. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ DYSP. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത പദവി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ DYSP. ദെൻ സൂപ്രണ്ട് ഓഫ് പോലീസ്. DYSP കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് ഏത്? SP അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസ്. ദെൻ DIG, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. DIG അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. ദെൻ അടുത്ത് IG അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അടുത്ത IG അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. ഓക്കെ, അപ്പോൾ ആരൊക്കെ? DYSP, SP, അത് കഴിഞ്ഞ് DIG, IG. SP-യുടെ കാര്യം, പോലീസ് സൂപ്രണ്ട് ഉണ്ടല്ലോ, അത് എന്താ പറയുക, റൂറലിലാണെങ്കിൽ SP എന്ന് പറയും, റൂറലിലാണെങ്കിൽ SP എന്ന് പറയും, സിറ്റിയിലാണെങ്കിൽ പോലീസ് കമ്മീഷണർ എന്ന് പറയും. അപ്പോൾ SP യും കമ്മീഷണറും ഒരുപോലെ വരുന്ന പദവികളാണെന്ന് ആലോചിച്ചോളാം. ഇതിന് SP കഴിഞ്ഞ് അടുത്ത് മുകളിൽ വരുന്നതാണ് DIG, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ. അത് കഴിഞ്ഞ് IG, ഇൻസ്പെക്ടർ ജനറൽ. ദെൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ ADGP. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ ADGP. ദെൻ അത് കഴിഞ്ഞ് DGP അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. അത് കഴിഞ്ഞ് വരുന്ന ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. അടുത്ത് വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. DGP ആൻഡ് SPC, ഏറ്റവും ഉയർന്ന പദവി. ഇതാണ് കേരള പോലീസിൻ്റെ ഘടന. ഒന്നുകൂടെ നോക്കിക്കോ, സെക്ഷൻ 14(2) കേരള പോലീസിൻ്റെ ഘടന വിശദമാക്കുന്നത്. ആരൊക്കെയാണ് വരുന്നത്? പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, ASI, SI, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, DYSP, SP, DIG, IG, ADGP, DGP, DGP ആൻഡ് SPC. ഓർത്തോണം കേട്ടോ അവർ ലിസ്റ്റ്. ഇനി അടുത്ത് 14(3) പ്രകാരം സർക്കാരിന് പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവിലൂടെ കേരള പോലീസിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ കേന്ദ്ര സർക്കാരിലോ നിലവിലുള്ള ഏതൊരു പോലീസ് പദവിയെയും വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും പദപ്രയോഗങ്ങൾ മേൽപ്പറഞ്ഞ പദവികളിൽ ഏതെങ്കിലും ഒന്നിന് തുല്യമെന്ന് കരുതപ്പെടാവുന്നതാണ്. അതെന്താണെന്ന് മനസ്സിലായ മക്കളെ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിൽ ഹവിൽദാർ എന്ന് പറഞ്ഞൊരു പദവി ഉണ്ടെന്ന് വിചാരിച്ചോ. ഹവിൽദാർ, ഞാനിപ്പോൾ സപ്പോസ് ഒന്ന് പറയുവാണ്, ഹവിൽദാർ. ഈ ഹവിൽദാർ എന്ന പദവി നമ്മുടെ കേരള പോലീസിൽ ASIക്ക് ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക.
രണ്ടും ഒരേ രീതിയിൽ കൺസിഡർ ചെയ്യും. അതുള്ള വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എസ് പിയും കമ്മീഷണറും, സിറ്റിയിലാണെങ്കിൽ കമ്മീഷണർ, റൂറലിലാണെങ്കിൽ എസ് പി എന്ന് പറയുന്ന പോലെ. അപ്പോൾ തുല്യമായ പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടും ഒരുപോലെയാണെന്ന് കണക്കാക്കപ്പെടും. അതേ ഒരു പവർ ഇവിടെ കിട്ടും കേട്ടോ. അടുത്ത് 4ാമത്തെ വകുപ്പിൽ പറഞ്ഞതെന്നറിയോ, ഈ 2ാം ഉപവകുപ്പിൽ, അപ്പോൾ 14-4 പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 2ാം ഉപവകുപ്പിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ പറഞ്ഞ പദവികളാണ് ഹെഡ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിൾ അങ്ങനെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും പദവിക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു പുതിയ പദവി സൃഷ്ടിക്കാം. വിനിർദ്ദേശിച്ചിട്ടുള്ള ഒരു പദവിക്ക് പുതിയ ഉദ്യോഗ പേര് നൽകാം. ഒന്നുകിൽ പുതിയ പദവി സൃഷ്ടിക്കുന്നതിനോ അതുപോലെ പുതിയൊരു പേര് കൊടുക്കുന്നതിനോ തടസ്സമൊന്നുമില്ല. അതങ്ങനെ നോക്കിയാൽ മതി. 2011 നിയമം വന്നപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ എന്നാണ് പറയുന്നത്. പിന്നീട് അത് മാറ്റി എന്താക്കി, സിവിൽ പോലീസ് ഓഫീസറാക്കി. സിവിൽ പോലീസ് ഓഫീസറാക്കി. അതാണ് വ്യത്യാസം. നമുക്ക് സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. എപ്പോൾ വേണോ ഈ പേരുകളെ മാറ്റാനും പുതിയ പദവി കൊണ്ടുവരാനും ഒക്കെ അധികാരമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. 14-4 പ്രകാരം 2ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ള യാതൊന്നും തന്നെ പുതിയൊരു പദവി നൽകുന്നതിനോ പുതിയൊരു പദവി സൃഷ്ടിക്കുന്നതിനോ ഉള്ള സർക്കാരിൻ്റെ അധികാരത്തെ എന്ത് ചെയ്യുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. അതായത് ഇത് ഫിക്സഡ് അല്ല, വേണമെങ്കിൽ സ്റ്റേറ്റിന് മാറ്റാമെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ മക്കളെ? സെക്ഷൻ 14 കേരള പോലീസിൻ്റെ ഘടന. സെക്ഷൻ 14 പ്രകാരം കേരളത്തിൽ ഒരു പോലീസ് സേനയുണ്ട്, കേരള പോലീസ്. അതിൻ്റെ മേധാവി എന്ന് പറഞ്ഞ DGP ആൻഡ് SPC ആയിരിക്കും. അതിൻ്റെ ഘടന നമ്മൾ പഠിച്ചു. അതിപ്പോൾ വേറെ എവിടെയെങ്കിലും ഇതിന് ഈക്വലായിട്ടുള്ള പദവികളുണ്ടെങ്കിൽ അത് തുല്യമാണെന്ന് കണക്കാക്കപ്പെടും. സ്റ്റേറ്റിന് വേണമെങ്കിൽ ഈ പദവികളുടെ പേര് മാറ്റുകയോ ഇടയ്ക്ക് പുതിയ പദവി കൊണ്ടുവരികയോ ചെയ്യാം. ഇത്രയാണ് നമ്മൾ സെക്ഷൻ 14 പഠിച്ചത്. അപ്പോൾ സെക്ഷൻ 14 മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് സെക്ഷൻ 21. എടാ, പോലീസിനകത്തെ ഒരുപാട് വിങ്ങുകളുണ്ട്, യൂണിറ്റ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, സ്ക്വാഡ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ? അതായത് പോലീസിനകത്ത് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, സേനയെ തന്നെ. അപ്പോൾ നമ്മൾ പോലീസിന് നമ്മൾ പരീക്ഷ എഴുതുന്നു. നമ്മളെല്ലാവരും പോകുമ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ചെയ്ത ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ തന്നെ എന്താ പറയുക, ഇപ്പോൾ SAP സെലക്ട് ആകുന്ന നിങ്ങളെല്ലാവരും നേരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരിക്കില്ല പോകുന്നത്. ചിലപ്പോൾ ക്യാമ്പിലായിരിക്കും, ചിലപ്പോൾ ബോംബ് സ്ക്വാഡ് ആയിരിക്കും, ചിലപ്പോൾ ഡോഗ് സ്ക്വാഡ് ആയിരിക്കും, ചിലപ്പോൾ ക്രൈം ബ്രാഞ്ച് ആയിരിക്കും, ചിലപ്പോൾ ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോ വിങ്ങാണ്, അല്ലെങ്കിൽ ഓരോ യൂണിറ്റാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചാണ്, സ്ക്വാഡാണ്. പല ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇത് തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിങ്ങനെ തിരിക്കാന്ന് പറയുന്നത് സെക്ഷൻ 21, കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 21. ഇനി കുറച്ച് കഥയാണ്, കേട്ടിരിക്കുക. സർക്കാരിന് പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവുകൾ വഴി സംസ്ഥാന പോലീസ് മേധാവിയെയോ പോലീസിൻ്റെ ചുമതല നിർവഹിക്കുന്ന മറ്റുള്ളവരെയോ എന്ത് ചെയ്യാം, ജില്ലാ പോലീസ് മേധാവിയെയോ പൊതുവായി പോലീസിനെയോ അല്ലെങ്കിൽ അവരുടെ ചുമതലകളിലും കർത്തവ്യങ്ങളിലും സഹായിക്കുന്നതിന് സർക്കാർ ഉത്തരവ് വഴി നിശ്ചയിക്കാവുന്ന എന്തൊക്കെ നോക്കിയിട്ടേ, അംഗസംഖ്യ, ആന്തരിക ഘടകങ്ങൾ, അധികാരങ്ങൾ, കർത്തവ്യങ്ങൾ, അധികാരിത മീൻസ് എത്ര ദൂരമാണ് അവരുടെ അധികാരം വരുന്നതെന്ന്, ആന്തരികമോ ബാഹ്യമോ ആയ മേൽനോട്ട ഘടന എന്നിവയോടുകൂടി. ഇപ്പം എന്തൊക്കെ ഉണ്ട് അവിടെ, എത്ര എണ്ണ ഉദ്യോഗസ്ഥരെന്ന് പറയാം, ഇന്റേണൽ സ്ട്രക്ചർ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഓർഡർ ഇവിടെയും വരും. പിന്നെ പവർ, പിന്നെ ജോലി എന്തൊക്കെ ചെയ്യണം, അവരുടെ എത്ര ദൂരമാണ് അവരുടെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്, അധികാരികത വരുന്നത്, ദെൻ ആന്തരികവും ബാഹ്യമായിട്ടുള്ള മേൽനോട്ട ചുമതല ആർക്കാണ്, എന്നിവയെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാടെ ഒരു വിങ്ങോ യൂണിറ്റോ ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് തുടങ്ങിയവ രൂപീകരിക്കാനും അത് നമുക്ക് നിലനിർത്താനും സാധിക്കും. ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി നമ്മൾ എന്ത് വരാം, മറ്റ് സംഗതികൾക്കൊപ്പം ഇതെങ്ങനെ രൂപീകരിച്ചാൽ മാത്രം മതിയോടെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, പ്രത്യേക ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ മറ്റു സംഗതികൾക്കൊപ്പം സർക്കാരിന് ആവശ്യമായേക്കാവുന്ന ഇനി പറയുന്ന സംഗതികൾക്കായി യൂണിറ്റുകൾ രൂപീകരിക്കുകയോ അവയ്ക്കായി പ്രത്യേകം ക്രമീകരണങ്ങൾ നടത്തുകയോ ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാമേ. ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്തകൾ ശേഖരിക്കുക. എന്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, മറ്റേ ദുരന്തർ സിനിമ ഇറങ്ങിയതിന് ശേഷം മറ്റേ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യാത്ത രീതിയിൽ കാണുന്നത്, മറ്റെന്താ പറയുക, മറ്റേ BGO ഒക്കെ ഇട്ടിട്ട് എല്ലാ ആൾക്കാരും മറ്റേ ഫസ്റ്റ് ഡേ ആസ് എ സ്പൈൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതുപോലെ നല്ല രീതിയിൽ, മറ്റേ ട്രോളല്ല, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ദേശസുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്ത ശേഖരിക്കുക, രാഷ്ട്രസുരക്ഷ, ക്രമസമാധാന പാലനം, പൊതുസുരക്ഷാ പാലനം, കുറ്റകൃത്യങ്ങൾ തടയൽ, മർമ്മപ്രധാനമായ സ്ഥാപനങ്ങളുടെയും തീവ്രവാദികളിൽ നിന്നോ ഭീകരവാദികളിൽ നിന്നോ കടുത്ത ഭീഷണി നേരിടുന്ന വ്യക്തികളുടെയും സുരക്ഷ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വിങ്ങോ യൂണിറ്റോ തുടങ്ങാം. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത, സങ്കീർണമോ നീചമോ പ്രമാദമോ പ്രത്യേക പ്രാധാന്യമുള്ളതോ ആയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ഇപ്പം എന്താ പറയുക, ശബരിമല സ്വർണ്ണക്കൊള്ള SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുണ്ടാക്കാം. സങ്കീർണമോ നീചമോ പ്രമാദമോ പ്രത്യേക പ്രാധാന്യമുള്ളതോ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമുകളെ രൂപീകരിക്കാം.
ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട്. അടുത്ത തീരദേശം, പുഴ, കായൽ പ്രദേശങ്ങൾ, നീർത്തടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പോലീസ് സേവനം. വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സംരക്ഷണത്തിനായിട്ടുള്ള പോലീസ് സേവനം. ടെമ്പിൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും കോസ്റ്റൽ പോലീസൊക്കെ ഉണ്ട്. ദെൻ റെയിൽവേയിലെ പോലീസിൻ്റെ സേവനം. കേരള പോലീസിൻ്റെ റെയിൽവേയിലെ സേവനമാണ്, RPF അല്ല വേറെ. ദെൻ കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും സംബന്ധിച്ച് വിവരവും രഹസ്യ വാർത്തയും ശേഖരിക്കുന്നതിന് പരിശോധിക്കുന്നതിനുമുള്ള ബ്യൂറോ ഓഫ് മിസ്സിംഗ് പേഴ്സൺസിൻ്റെ പ്രവർത്തനം. അവരുടെ രേഖ പട്ടിക തയ്യാറാക്കുന്ന പിന്നെ ബ്യൂറോ ഓഫ് മിസ്സിംഗ് പേഴ്സൺസിൻ്റെ പ്രവർത്തനം. അതിന് വേണ്ടിയിട്ടൊക്കെ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ എന്തിനു തുടങ്ങാടാ? വിങ്ങോ യൂണിറ്റോ. പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികളായോ കുറ്റകൃത്യത്തിന് ഇരയായോ ആയി എത്തുന്ന കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള ജുവനൈൽ പോലീസ് യൂണിറ്റ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്ന് പറയും. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. അത് കുട്ടികളുടെ, അത് പ്രതിയായിട്ട് വന്ന അല്ലെങ്കിൽ ഇരയായിട്ട് വരുന്നതാവാം. അടുത്ത് കമ്പ്യൂട്ടറുകളുടെയും മറ്റ് ഡിജിറ്റൽ സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പിനും ഉപയോഗത്തിനും പ്രയോജനപ്പെടുത്തലിനും വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് പോലീസുകാർ. അതുപോലെ തന്നെ പോലീസ് ആവശ്യങ്ങൾക്കായി ടെലികമ്മ്യൂണിക്കേഷൻ്റെയും ഡിജിറ്റൽ വാർത്താവിനിമയ ശൃംഖലകളുടെയും പിന്നെ ഇത് ടെലി. വിരലടയാളം, ഫോട്ടോഗ്രാഫി, ഏതെങ്കിലും ഡിജിറ്റൽ അഥവാ ബയോമെട്രിക് ടെക്നിക്ക് എന്നീ മാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളുടെയും വസ്തുക്കളുടെ തിരിച്ചറിയൽ, ഫോറൻസിക്കും മറ്റു കാര്യങ്ങളൊക്കെ വരും. ദെൻ ജില്ലാ പോലീസിലോ തദ്ദേശ പോലീസ് സ്റ്റേഷനുകളിലോ പോലീസിൻ്റെ ഏതെങ്കിലും ചുമതല ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് എപ്പോഴും എവിടെയും സംഖ്യാബലം കുറയുമ്പോൾ ഉള്ള റിസർവ് സേന, ക്യാമ്പിലിരിക്കുന്ന പറയുന്നത് റിസർവ് സേന, ആജ്ഞാശ്രേണിയോട് കൂടിയതുമായ റിസർവ് സേനയുടെ പരിപാലനം. ദെൻ പുതിയതായി നിയമിക്കപ്പെടുന്നവർക്കും സർവീസിലുള്ളവർക്കും പോലീസ് സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ നിശ്ചയിക്കാവുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്കും സംഘത്തിനുമുള്ള പരിശീലനം, ട്രെയിനിങ് നൽകുന്നതിനായിട്ടുള്ള സ്ഥലങ്ങളിലുള്ളവർ. ദെൻ കുറ്റകൃത്യം, ദുരന്തം, അപകടം മുതലായവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കത്തക്ക വിധത്തിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകൾ, പിന്നെ സ്പെഷ്യൽ റെസ്പോൺസ് യൂണിറ്റുകൾ. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് കരുതുന്നു. കാണാതെ ഒന്നും പഠിക്കേണ്ട. ഇന്ന രീതിയിലൊക്കെ യൂണിറ്റുകൾ തുടങ്ങും. നമുക്കൊരു കോമൺ സെൻസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്തിനൊക്കെ പോലീസുകാരിങ്ങനെ പ്രത്യേക വിങ്ങളൊക്കെ രൂപീകരിക്കാനുള്ള അധികാരമുണ്ട്, അതിന് പ്രത്യേക ശമ്പളമൊക്കെ കൊടുക്കും, അത് പറഞ്ഞുതരാം. ദെൻ തദ്ദേശീയമായോ പ്രത്യേകമായോ ആയ ഏതെങ്കിലും നിയമം നടപ്പിലാക്കാനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു പ്രദേശത്തെ നിയമം നടപ്പിലാക്കാനായിട്ടുള്ള കുറച്ച് പോലീസുകാർ. ദെൻ ഡിജിറ്റൽ ആൻഡ് സൈബർ പോലീസിങ്. പിന്നെ പോലീസിൻ്റെ കർത്തവ്യങ്ങളും ചുമതല സഹായിക്കാനുള്ള ഫോറൻസിക് സേവനങ്ങൾക്കായിട്ട്. പിന്നെ ഭരണപരം, ധനകാര്യം, ഡോക്യുമെൻറ്റേഷൻ എന്നിവയിലുള്ള പോലീസിനകത്തുള്ള LD എന്ന് പറയും. പോലീസിലെ അകത്ത് LD ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എഴുതി മാറാനൊക്കെ പറ്റും. ആ ഒരു സംഭവം. അതായത് പോലീസിന് നിങ്ങൾ ജോലി കഴിഞ്ഞാൽ ശമ്പളമൊക്കെ ബില്ലൊക്കെ അടിക്കണ്ടേ, അതിന് വേണ്ടി കുറേ ആൾക്കാർ വേണ്ടേ, അവരെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അവർക്ക് നല്ലതാട്ടോ. ഓഫീസ് ജോലി അല്ല, 9 മണിക്ക് വന്നിട്ട് 5 മണിക്ക് ഡ്യൂട്ടി പോകാൻ പറ്റുന്ന ടൈപ്പ് ഡ്യൂട്ടീസൊക്കെ വരും. പിന്നെ ശബരിമല ഡ്യൂട്ടി ഒന്നും ഒഴിഞ്ഞ് മാറിപ്പോകാൻ പറ്റില്ല. എന്നാലും അല്ലാതെ ഉള്ള കുറച്ച് ജോലീസൊക്കെ കിട്ടും. പോലീസിൽ LDക്കല്ല, അല്ലാതെ വരുന്നവർക്ക് ഈ പറഞ്ഞ കുറേ ആൾക്കാർ ക്ലറിക്കൽ ജോലികളിലെടുക്കും അവർക്ക്. അതേ നമ്മൾ CPO ആയിട്ട് സെലക്ട് ചെയ്താലും അതിനകത്ത് പല രീതിയിലായിരിക്കും നമുക്ക് ജോലി വരുന്നത്. അടുത്ത് വിവിധ തരത്തിലുള്ള ഓഫീസുകളുടെയും പോലീസ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിൽ സഹായിക്കുന്നതിനും അവശ്യ ജോലികളായ വൃത്തിയാക്കൽ, വെടിപ്പാക്കൽ, പാചകം, ഉപകരണങ്ങളുടെയും പ്രദേശങ്ങളുടെയും പരിപാലനം തുടങ്ങിയവയായിട്ടുള്ള സഹായക സേവനങ്ങൾക്കും പോലീസിൽ ആളെ എടുക്കും. ചില നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുക്കിനെ വിളിക്കും, ചിലപ്പോൾ ഡോബി വിളിക്കും. വിവിധ പോലീസ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹികവും തൊഴിൽപരവുമായ കാര്യങ്ങൾക്കും ആധുനിക പോലീസ് സേവനത്തിൻ്റെ വികാസത്തിനും നിവാരണ അന്വേഷണാത്മക സങ്കേതങ്ങൾക്കും വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണ വികസന സഹായം. അതായത് പോലീസിലെ റിസർച്ചിന് വേണ്ടിയിട്ടും വിങ് രൂപീകരിക്കുക. അടുത്ത് സർക്കാർ ഈ യൂണിറ്റുകളെ സജ്ജമാക്കുകയും അത്തരം യൂണിറ്റുകളെ സാങ്കേതികവും തൊഴിൽപരവുമായ ക്ഷമതയുടെയും ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുവാൻ പ്രാപ്തമാക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലന ക്രമീകരണം. ഇവരിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇനി 4, 1-ാം ഉപവകുപ്പിൽ കീഴിൽ രൂപീകരിക്കപ്പെട്ട അത്തരം യൂണിറ്റുകളിൽ സർക്കാർ വിനിർദ്ദേശിക്കാവുന്ന പ്രകാരമുള്ള ഉദ്യോഗ പദവിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ പോലീസ് ഇതര ഉദ്യോഗസ്ഥരോ രണ്ടും കൂടിയോ ഉൾപ്പെടേണ്ടതാണ്. സർക്കാർ പറയുന്ന ഓർഡറുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ വരേണ്ടതാണ്. സർക്കാരിന് അവരുടെ സേവന വ്യവസ്ഥ, അവർക്ക് നൽകേണ്ട പ്രത്യേക അലവൻസ്, പ്രത്യേക യോഗ്യത, വൈദഗ്ധ്യം, അവർക്ക് വ്യക്തിഗതമായോ കൂട്ടായോ ലഭ്യമാക്കേണ്ട പ്രത്യേക സൗകര്യങ്ങൾ. അതായത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവർക്ക് സ്പെഷ്യൽ അലവൻസ് കാണും. ചിലപ്പോൾ അവർക്കൊരു പ്രത്യേക ഓഫീസ് റൂം, പ്രത്യേക സൗകര്യങ്ങൾ കാണും, പ്രത്യേക വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രത്യേക യാത്രകൾക്ക് അലവൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ ഇപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ യൂണിറ്റിൽ എടുക്കുകയാണെങ്കിൽ ആൾക്കാരുടെ ബെനിഫിറ്റും കൂടെ നമ്മൾ കൊടുക്കണ്ടേ, ആളതിന് എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളും കൂടെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു സംഭവം അധ്യായം 4 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് നോക്കിയെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തരാം. സെക്ഷൻ 1 ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യം എന്തൊക്കെയാണ്? ക്രമസമാധാന പാലനം, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, രാജ്യസുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം. ദെൻ സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതല, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ഓർമ്മയിലുണ്ടാവും അത്. ദെൻ സെക്ഷൻ 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള പൊതുജനങ്ങളുടെ അവകാശം. സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. ദെൻ സെക്ഷൻ 14 കേരള പോലീസിൻ്റെ ഘടന. ദെൻ സെക്ഷൻ 21 പ്രത്യേക വിങ്, യൂണിറ്റ്, ബ്രാഞ്ച്, സ്ക്വാഡ് എന്നിവ രൂപീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിലിങ്ങുകളൊക്കെ പറഞ്ഞു. അപ്പോൾ കേരള പോലീസിലെ ഏറ്റവും ഇതിനകത്ത് നിന്ന് ഒരുപാട് പ്രീവിയസ് നിങ്ങളിപ്പോൾ CPയുടെ PYQs നിങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് നോക്കിയാൽ അറിയാം, നമ്മളെ ഇന്നത്തെ മോഡ്യൂൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിനകത്ത് നിന്ന് തന്നെ എല്ലാ പരീക്ഷയ്ക്കും 1 or 2 ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഇത് പഠിക്കുക. ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ പേര് ആരോമൽ എന്നാണ്. അപ്പോൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.